ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല പഞ്ഞു പോലുള്ള ഒരു വട്ടയപ്പമാണ്. ഈ വട്ടയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമ്മൾ അരമണിക്കൂറിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ട, നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ ദാണ്ടെ ഇതുപോലൊരു ബൗളിന് 2 ബൗൾ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നും പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി, അതിൽ നിന്നാണ് ഞാൻ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങ എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേങ്ങയുടെ ആ കറുത്ത ഭാഗമൊന്നും വരാതെ നോക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴേ വട്ടയപ്പത്തിന് നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അവലാണ് കേട്ടോ. നമ്മൾ ചോറ് ചേർക്കുന്നില്ല, ചോറിന് പകരം അവലാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ 1 പിടി അവല് ഒന്ന് കഴുകിയ ശേഷം ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. കുതിർന്ന് വന്നപ്പം ഈ ബൗളിന് നിറയെ വന്നിട്ടുണ്ട്. നമ്മുടെ കൈക്ക് 1 പിടി അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. വെളുത്ത അവലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം അവലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അവലില്ലെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. വട്ടയപ്പം പലരും മധുരമില്ലാതെയാണ് ഉണ്ടാക്കുന്നത്, കറികൾ കൂട്ടി കഴിക്കാനായിട്ട്. ഇനി ആ രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ചെറിയൊരു മധുരത്തിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഈ വട്ടയപ്പത്തിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതിലേക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 2-3 ഏലക്കയുടെ കുരുവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റ് ആണ്. 1/2 ടീസ്പൂണിലും താഴെയാണ് ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പുതിയ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം മതി, ഒരുപാട് ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇളം ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. നല്ല ചൂടിൽ ചേർക്കരുത്, ചെറിയ ഒരു തണുപ്പില്ലാതെ ഇളം ചൂടുവെള്ളം മാത്രമേ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് ആവുകയും ചെയ്യരുത്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എങ്ങും പച്ചപ്പൊടിയൊന്നും ഇരിക്കാതെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തതായി ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ഇനി നമ്മൾ അരച്ചെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം നമുക്ക് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരയ്ക്കേണ്ട. ചെറുതായിട്ട് തേങ്ങയൊക്കെ കടിക്കുന്ന രീതിയിൽ ഒരു തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, 2 പ്രാവശ്യമായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒരുപാടായി പോകരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വളരെ കുറച്ച് മാത്രം ഈസ്റ്റേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കുക. അപ്പോൾ വളരെ കുറച്ച് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ ഈസ്റ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വെക്കുക, 10 മിനിറ്റ് വെക്കുക. അപ്പോൾ നല്ലതുപോലെ ഫെർമെൻ്റ് ആയി വരും. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കിത് അരമണിക്കൂറിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഫെർമെൻ്റ് ആയി കിട്ടും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടിപ്പ് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം എടുക്കരുത്, കുറച്ച് ചൂടാവണം കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അരച്ച മാവ് വെക്കുന്നത്. ആ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ഒരു ആവി ഇതിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയിട്ട് വരുന്നത്. അരമണിക്കൂറിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. തിളച്ച വെള്ളം എടുക്കരുത്. തിളച്ച വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലെ പാത്രം വെക്കുമ്പോഴേ ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് അടിയിലുള്ള മാവ് വെന്ത് പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊരു ആവി തട്ടണം, ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്തായെന്ന് നോക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി ഇതിൻ്റെ മുകളിലേക്ക് വരും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
ഞാൻ കണ്ടില്ലേ, നമ്മുടെ ഈ പാത്രത്തിൻ്റെ മുകളിൽ വരെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം കൂടി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇത് പുറത്തു പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ആവി എത്രത്തോളം തട്ടുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ മാവ് ഇതുപോലെ ഫെർമെൻ്റായി വരാനായിട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പതുക്കെ ഒന്ന് ഇളക്കി ചേർക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഇനി ഒരുപാട് ഇളക്കി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർക്കുക. ഒരുപാട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പതയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ചേർക്കാനൊന്നുമില്ല, നമ്മളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയോ ഓയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഒരു ബ്രഷ് വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട. പകുതി അളവിലോ ഒരു 1/4 അളവിലോ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം വെന്ത് വരുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരും. ഇനി ഇതേലത്തെ പ്ലേറ്റിൽ മാത്രമല്ല, നമുക്ക് ഇഡലിത്തട്ടിലോ കേക്ക് ടിന്നിലോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനൊരു പകുതി അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അന്നേരം ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. എന്നിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ടുള്ള വെള്ളം തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇത്ര സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രം വല്ലതും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മാവ് ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് വെച്ച് കൊടുക്കുന്നത്, സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത് നേരെ തന്നെ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒരു സൈഡിലേക്ക് അങ്ങ് പോവുകയും വേവ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നേരെ തന്നെ വെച്ച് കൊടുക്കുക. അതാണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ളത് ഞാനൊരു കേക്ക് ടിന്നിലാണ് തയ്യാറാക്കുന്നത്. ഇതുപോലൊരു കേക്ക് ടിന്നിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വട്ടയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിരുന്നു. തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് തന്നെ ഇരിക്കുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. സൈഡൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിൽ വെച്ചതും ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ലതുപോലെ സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വട്ടയപ്പമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കിസ്മസും കാഷ്യും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.